വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ കോതമംഗലത്ത് കോട്ടപ്പടി പഞ്ചായത്ത് ഓഫീസിന്റെ മേൽക്കൂര തകർന്നു. വിവിധ ഭാഗങ്ങളിൽ മരം വീണ് റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, ഈ കാറ്റിലുണ്ടായ നാശനഷ്ടത്തിന്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ എങ്ങനെയാണ്? ആർക്കെങ്കിലും പരിക്കുണ്ടോ? രതീഷ്, ആർക്കും തന്നെ പരിക്കില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടി എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ശക്തമായ കാറ്റുണ്ടായിരുന്നു. തുടർന്ന് നേരിയ മഴയും ഉണ്ടായിരുന്നു. ഈ കാറ്റിലാണ് കോതമംഗലത്തെ കോട്ടപ്പടി പഞ്ചായത്ത് ഓഫീസിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ രീതിയിൽ പഞ്ചായത്ത് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ മേൽക്കൂര തകർന്നതിനെ തുടർന്ന് അലമാരയ്ക്ക് പുറത്തുണ്ടായിരുന്ന ഫയലുകളൊക്കെ തന്നെ പൂർണ്ണമായും നശിച്ച നിലയിലാണ്. മഴ പെയ്തു, അതേ തുടർന്ന് ഈ വെള്ളവും മറ്റും കയറിയൊക്കെ ഈ ഫയലുകൾ പൂർണ്ണമായും നശിച്ച നിലയിൽ. വലിയ തോതിലുള്ള കേടുപാടുകളാണ് പഞ്ചായത്ത് കെട്ടിടത്തിന് സംഭവിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ശക്തമായ കാറ്റിൽ കോതമംഗലത്തെ വിവിധ ഭാഗങ്ങളിൽ മരം മറിഞ്ഞു വീണ് റോഡ് ഗതാഗതവും തടസ്സപ്പെടുകയുണ്ടായി. ഫയർഫോഴ്സിൽ തന്നെ അത് മരങ്ങൾ റോഡിൽ നിന്ന് മുറിച്ചു മാറ്റി ഗതാഗതം സുഗമമാക്കാനുള്ള നടപടികളൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും ആളപായം ഒന്നും ഉണ്ടായില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. രതീഷ്, വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലാണ് കോതമംഗലത്ത് കോട്ടപ്പടി പഞ്ചായത്ത് ഓഫീസിന്റെ മേൽക്കൂര തകർന്നതുൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ടായത്. വിവിധ ഭാഗങ്ങളിൽ മരം വീണ് റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. നാശനഷ്ടത്തിന്റെ ഒരു തീവ്രത വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. നേരിയ മഴയും പലയിടത്തും ഉണ്ടായിരുന്നു. ഇന്നലെ വടക്കൻ കേരളത്തിൽ വലിയ കാറ്റും മഴയും ഉണ്ടായിരുന്നു. വേനൽ ചൂട് കടുക്കുകയാണ്. അതിനിടയിൽ വേനൽ മഴയും പലയിടത്തും ഉണ്ടാകും. ഒപ്പം കാറ്റും ഇടിമിന്നൽ സാധ്യതയും നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെ പ്രവചിച്ചിട്ടുമുണ്ട്.